അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, നാം ഏറ്റവും സുന്ദരമായ ഒരു ജീവിത ദർശനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇസ്ലാം എന്ന് പറയുന്ന പ്രപഞ്ചനാഥൻ നമുക്ക് നൽകിയിട്ടുള്ള ഈ ജീവിത ദർശനത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷെ എങ്ങനെയാണ് നമുക്കിത് ലഭിച്ചത്? ഒരു ഇരുണ്ട കാലം അഥവാ ഒരു ജാഹിലിയ കാലം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പലിശയായിരുന്നു അന്ന് സമൂഹത്തെ നയിച്ചിരുന്ന സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം. മദ്യമായിരുന്നു ആ സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. ആളെ കൊല്ലാൻ മടിയില്ലാത്ത, കൊള്ള ചെയ്യുന്നത് അഭിമാനമായി കരുതിയിരുന്ന, പെണ്ണിന് ആത്മാവില്ല എന്ന് വാദിച്ചിരുന്ന അത്തരം ഒരു ഇരുണ്ട കാലത്ത് വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും ആ വിഗ്രഹത്തോട് ചുറ്റിപ്പറ്റിക്കൊണ്ട് ജീവിത വ്യവസ്ഥകളെ ഉണ്ടാക്കുകയും മനുഷ്യരെ തട്ടുകളായി തിരിക്കുകയും ചെയ്തിരുന്ന ഏറ്റവും അപകടകരമായിരുന്ന ഒരു ഇരുണ്ട കാലം. ആ കാലത്താണ് മക്കയിൽ കാരുണ്യത്തിന്റെ തിരുദൂതർ ജനിക്കുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരെ വിമോചിപ്പിക്കുന്നതിന് എന്തു മാർഗമെന്ന് ദീർഘകാലം അദ്ദേഹം അന്വേഷിച്ച് നടന്നുവല്ലോ, പ്രാർത്ഥിച്ചുവല്ലോ. ആ പ്രാർത്ഥനയുടെയും പരിശ്രമത്തിന്റെയും ഫലമായിക്കൊണ്ടാണ് ഈ കാരുണ്യത്തിന്റെ ജീവിത ദർശനം അള്ളാഹു ഇറക്കിക്കൊടുത്തത്. ആ സമാധാനത്തിന്റെ സന്ദേശം അഥവാ ആ ദീനുൽ ഇസ്ലാം അവിടങ്ങളിലുള്ള മനുഷ്യർക്കിടയിൽ വ്യാപിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ ഭാഗമായി എത്രയെത്ര ത്യാഗങ്ങളാണ് കാരുണ്യത്തിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചത്, കൂടെ ഉണ്ടായിരുന്ന സഖാക്കൾ സഹിച്ചത്. അവർ സഹിച്ച ത്യാഗത്തിന്റെ, അവർ കൊണ്ട വെയിലിന്റെ, അവർ അധ്വാനിച്ച അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ തണൽ എന്ന് പറയുന്നത്. തീർച്ചയായും നമ്മുടെ ചുറ്റുപാടുകളിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിയുന്ന, അന്യായമായി തടവറകളിൽ കഴിയുന്ന, ഉച്ചനീചത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളാൻ ഈ ദീൻ നമ്മോട് വളരെ ശക്തമായി ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിനുള്ള ശക്തിയും കരുത്തും നേടിയെടുക്കാനുള്ള ആരാധനകളാണ് യഥാർത്ഥത്തിൽ നോമ്പും രാത്രി നമസ്കാരവും എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരുടെ നിലവിളികൾ കാണാതെ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാതെ, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് എത്തി നോക്കാതെ നമുക്കെങ്ങനെയാണ് കാരുണ്യവാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ജീവിത ദർശനത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ കഴിയുക? തീർച്ചയായും നാം ചിന്തിക്കണം. വിമോചനത്തിന്റെ ഈ ജീവിത പ്രത്യയശാസ്ത്രത്തിന്റെ യഥാർത്ഥ വക്താക്കളായി മാറാനുള്ള പരിശ്രമം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.